ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷനകത്തുള്ള ബുള്ളി ഇലക്ഷൻ അൽഗോരിതമാണ്. ഓക്കെ, സോ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് നമ്മൾ റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം നോക്കിയിരുന്നു. ഇനിയിപ്പം നെക്സ്റ്റ് ബുള്ളി അൽഗോരിതം. സോ വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യം എന്തിനാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് അറിയാം, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് സിസ്റ്റംസ് ആണ്. ആൻഡ് ദേ ആർ ഇൻ്റർകണക്റ്റഡ് ഈച്ച് അതർ and they communicate and coordinate through message passing. ഓക്കെ, അപ്പോൾ ഒരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കോർഡിനേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കോർഡിനേറ്ററിനെ ചൂസ് ചെയ്യാൻ, ആ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള യുണീക്ക് പ്രോസസ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ഇലക്ഷൻ അൽഗോരിതം. ഓക്കെ, ഇനി ഇലക്ഷൻ അൽഗോരിതം അനുസരിച്ച് ഏത് പ്രോസസ്സിനെയാണ് കോർഡിനേറ്ററായിട്ട് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രോസസ്സിനെ ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇലക്ഷൻ പെർഫോം ചെയ്യുന്നത് മെയിൻലി രണ്ട് കേസുകളിലാണ്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഇനിഷ്യൽ കേസ്, അതായത് ഇനിഷ്യൽ കേസിൽ ഒരു കോർഡിനേറ്ററിനെ കണ്ടുപിടിക്കുന്ന സമയത്ത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോർഡിനേറ്റർ ഫെയിലായി അല്ലെങ്കിൽ ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ അൽഗോരിതം റൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ഷൻ അൽഗോരിതം അനുസരിച്ച് എല്ലാ ആക്റ്റീവ് പ്രോസസ്സുകൾക്കും ഒരു യുണീക്ക് പ്രയോറിറ്റി നമ്പർ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട്. ഓക്കെ, ഈ ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ ഓരോ സമയവും ഒരു പ്രോസസ്സ്, എക്സാമ്പിൾ PI എന്ന് പറയുന്നൊരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ ഐദർ അത് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. ഇപ്പോൾ പാർട്ടിസിപ്പൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കറൻ്റ്ലി ആ ഒരു അൽഗോരിതത്തിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കറൻ്റ്ലി ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദാറ്റ് അൽഗോരിതം ഓർ ഇലക്ഷൻ. ഓക്കെ, ദെൻ ബുള്ളി അൽഗോരിതവും റിംഗ് ബേസ്ഡ് അൽഗോരിതം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബുള്ളി അൽഗോരിതം പ്രോസസ്സുകളെ ഫെയിൽ ആവാനായിട്ട് അല്ലെങ്കിൽ ക്രാഷ് ആവാനായിട്ട് ഇലക്ഷൻ സമയത്ത് സമ്മതിക്കും. അതാണ് ബുള്ളി അൽഗോരിതം. ബട്ട് നെക്സ്റ്റ് ബുള്ളി അൽഗോരിതം റിംഗ് ബേസ്ഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് ബേസ്ഡിനകത്ത് കൂടുതൽ അസിൻക്രോണസ് സിസ്റ്റത്തിൻ്റെ കേസുകളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ബുള്ളി അൽഗോരിതത്തിനകത്ത് സിസ്റ്റംസ് എല്ലാം സിൻക്രോണസ് ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. അതായത് അതിനകത്ത് ഒരു പ്രോസസ്സ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഔട്ട്സ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക. സിമിലർലി വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് ബേസ്ഡ് അൽഗോരിതത്തിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നോളേജ് വളരെ കുറവാണ്. അതായത് അവർ ഓരോരുത്തരും അവരുടെ നെയ്ബേഴ്സുമായിട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയേഴ്സും വാല്യൂസും ഒന്നും അറിയില്ല. ബട്ട് ബുള്ളി അൽഗോരിതത്തിനകത്ത് അങ്ങനെയല്ല. ബുള്ളി അൽഗോരിതത്തിനകത്ത് അവർക്ക് ഐഡൻറ്റിഫയേഴ്സ്, അതായത് ഹയർ ഐഡൻറ്റിഫയേഴ്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹയർ ഐഡൻറ്റിഫയേഴ്സിനെ അറിയാം. ഓരോ പ്രോസസ്സുകൾക്കും അതിൻ്റെ ഹയർ ഐഡൻറ്റിഫയേഴ്സിനെ അറിയാം. ആൻഡ് ഈ ഹയർ ഐഡൻറ്റിഫയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി പ്രോസസ്സ് ഏത് പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ഹയസ്റ്റ് ഐഡിയ ഉള്ള ഏത് പ്രോസസ്സാണെന്ന് വെച്ചാൽ അതായിരിക്കും കോർഡിനേറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബുള്ളി അൽഗോരിതത്തിനകത്ത് 3 മെസ്സേജസ് ആണുള്ളത്: ഇലക്ഷൻ മെസ്സേജ്, ആൻസർ മെസ്സേജ്, കോർഡിനേറ്റർ മെസ്സേജ്. ഇലക്ഷൻ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്ന മെസ്സേജാണ്. ഇനി ആൻസർ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ടു ആൻ ഇലക്ഷൻ മെസ്സേജ്. ദെൻ ദ ലാസ്റ്റ് വൺ കോർഡിനേറ്റർ മെസ്സേജ്, അതായത് ആ കോർഡിനേറ്ററിൻ്റെ ഐഡൻറ്റിറ്റി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് കോർഡിനേറ്റർ മെസ്സേജ്. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ് ഇലക്ഷൻ അൽഗോരിതം നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് ഏറ്റവും ഹയസ്റ്റ് ഐഡൻറ്റിഫയർ ഉള്ളൊരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ഇലക്ഷൻ അൽഗോരിതം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാദ്യം തന്നെ, അതായത് ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് കോർഡിനേറ്ററായിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം കോർഡിനേറ്റർ മെസ്സേജ് അതിൻ്റെ എല്ലാ ലോവർ ഐഡൻറ്റിറ്റി പ്രോസസ്സുകൾക്കും സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇനി സപ്പോസ് ഒരു പ്രോസസ്സ്, ഒരു ലോവർ ഐഡൻറ്റിഫയർ ഉള്ളൊരു പ്രോസസ്സാണ് ഇലക്ഷൻ വിളിച്ചതെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ഇലക്ഷൻ മെസ്സേജ് ഹയർ ഐഡൻറ്റിഫയർ ഉള്ള എല്ലാ പ്രോസസ്സുകൾക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വെയിറ്റ് ചെയ്യും, ആൻസർ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഒരു ടൈം, സേ എക്സാമ്പിൾ ടി എന്ന് പറയുന്ന ഒരു ടൈം വരെ തിരിച്ച് റെസ്പോൺസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ്, ഏതാണ് ഇലക്ഷൻ മെസ്സേജ് അയച്ചതെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് കൺസിഡർ ചെയ്യും. അതാണ് ന്യൂ കോർഡിനേറ്റർ എന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലോവർ ഐഡൻറ്റിഫയേഴ്സിനെല്ലാം കോർഡിനേറ്റർ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി സപ്പോസ് ആ ഒരു ടൈമിനിടയ്ക്ക് ഒരു പുതിയൊരു മെസ്സേജ് അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സായിരിക്കും പുതിയ കോർഡിനേറ്റർ. ഓക്കെ, ഇനി ഒരു പ്രോസസ്സിന്, ഒരു PI എന്ന് പറയുന്നൊരു പ്രോസസ്സിന് ഒരു കോർഡിനേറ്റർ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്റ്റഡ് ഓഫ് ഐ എന്ന് പറയുന്ന അതിൻ്റെ വേരിയബിൾ, ഇലക്റ്റഡ് ഓഫ് ഐ എന്ന് പറയുന്ന വേരിയബിൾ ആ കോർഡിനേറ്റർ ഏതാന്ന് വെച്ചാൽ ആ കോർഡിനേറ്ററിൻ്റെ ഐഡിയോട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്റ്റഡ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിഫയർ ഓഫ് ദാറ്റ് കോർഡിനേറ്റർ. ഓക്കെ, ഇനി സപ്പോസ് ഒരു പ്രോസസ്സ് ഇലക്ഷൻ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹയർ ഐഡൻറ്റിറ്റി ഉള്ളൊരു വാല്യൂവിനായിരിക്കുമല്ലോ ഇലക്ഷൻ മെസ്സേജ് കിട്ടുന്നത്. സോ തിരിച്ചുടനെ തന്നെ ഒരു ആൻസർ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കും. സെൻഡ് ചെയ്തതിന് ശേഷം ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും നേരം ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടില്ലാത്തൊരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം സപ്പോസ് P എന്ന് പറയുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിന് മനസ്സിലായി കറൻ്റ്ലി കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. സോ അത് ഫെയിലായി എന്നുള്ളത് മനസ്സിലായി. അപ്പം അങ്ങനെ മനസ്സിലായി കഴിയുമ്പോഴേക്കും അത് ഇലക്ഷൻ ഇനിഷ്യേറ്റീവ് എടുത്തു. ഓക്കെ, ഇലക്ഷൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇലക്ഷൻ മെസ്സേജ് എല്ലാ ഹയർ ഐഡൻറ്റിഫയർ പ്രോസസ്സുകൾക്കും സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. സോ അത് ഓട്ടോമാറ്റിക്കലി അതിനെ വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു റെസ്പോൺസ് എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആ പ്രോസസ്സായിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ഒരു പ്രോസസ്സിന് ഒരു ഇലക്ഷൻ മെസ്സേജ് കിട്ടി, ഒരു ലോവർ നമ്പേർഡ് ആയിട്ടുള്ള കൊളീഗിൽ നിന്നൊരു ഇലക്ഷൻ മെസ്സേജ് കിട്ടിയെന്നുണ്ടെങ്കിൽ തിരിച്ചതുടനെ ഒരു റെസ്പോൺസ് മെസ്സേജ് അയക്കും, അതായത് ഓക്കെ മെസ്സേജ് അയക്കും. അയച്ചതിന് ശേഷം ഇലക്ഷൻ ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ഷൻ ടേക്ക് ഓവർ ചെയ്തു. ഏറ്റവും ലാസ്റ്റിൽ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോസസ്സാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രോസസ്സായിരിക്കും പുതിയ കോർഡിനേറ്റർ. സോ കോർഡിനേറ്റർ വിൽ അനൗൺസ് ഇറ്റ്സ് വിക്ടറി. എല്ലാ പ്രോസസ്സുകൾക്കും, എല്ലാ ലോവർ ഐഡൻറ്റിറ്റി പ്രോസസ്സുകൾക്കും അതിൻ്റെ വിക്ടറി അനൗൺസ് ചെയ്യും ബൈ സെൻഡിങ് എ കോർഡിനേറ്റർ മെസ്സേജ്. ഓക്കെ, ഇനി വേറൊരു കേസ് വരാം. സപ്പോസ് ഇഫ് ഒരു പ്രോസസ്സ് കറൻ്റ്ലി അതായത് പ്രീവിയസ്ലി അതിനെന്തോ പ്രോബ്ലം വന്ന് അത് കുറച്ച് ഫെയിലിയറായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വന്നിട്ട് അതിനൊരു ഫോൾട്ട് വന്നു, അല്ലെങ്കിൽ അതൊരു ഫെയിലായ കേസിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇലക്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഹയസ്റ്റ് പ്രോസസ് കറൻ്റ്ലി റണ്ണിങ് ആണെങ്കിലും ദെൻ അതായിരിക്കും പുതിയ കോർഡിനേറ്റർ. സോ ബുള്ളി അൽഗോരിതം അനുസരിച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും വിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കോർഡിനേറ്റർ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. 4 പ്രോസസ്സുകളുണ്ട്, P1, P2, P3 ആൻഡ് P4. സോ P1ന് മനസ്സിലായി P4 ക്രാഷ് ആയെന്ന്. സോ P1 എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ഷൻ മെസ്സേജ് P2നും P3ക്കും സെൻഡ് ചെയ്ത് കൊടുത്തു ഇലക്ഷൻ മെസ്സേജ്. സോ ഉടനെ തന്നെ P2ഉം P3യും ആൻസർ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുത്തു P1ന്. ഓക്കെ, അപ്പം ആ ഒരു ടൈമിനിടയ്ക്ക് തന്നെ P1ന് ആൻസർ മെസ്സേജ് കിട്ടി. സോ P1 കോർഡിനേറ്റർ ആകാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ P2 ഒരു ഇലക്ഷൻ മെസ്സേജ് P3ക്കും P4നും അയച്ചു കൊടുക്കും. P3
P3 അപ്പം തന്നെ തിരിച്ചൊരു ആൻസർ മെസ്സേജ് P2 അയച്ചു കൊടുത്തു. ഓക്കെ, ബട്ട് P4 നിന്ന് മെസ്സേജ് ഒന്നും വന്നില്ല. വരാത്തത് കൊണ്ട് തന്നെ P4 ക്രാഷ് ആയെന്നുള്ളത് P2 മനസ്സിലായി. ഓക്കെ, P3 P2 മെസ്സേജ് അയച്ച സമയത്താണ് P3 ഫെയിൽ ആവുന്നത്. സോ ഇപ്പോൾ P3യും P4ഉം ഫെയിലായി അല്ലെങ്കിൽ ക്രാഷ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ് ഉള്ള P1 ആൻഡ് P2 ആണ്. P1 ഓൾറെഡി ടൈം ഔട്ടായി, അതായത് അത് അയച്ച മെസ്സേജിന് ടൈം ഔട്ടായി. സോ ഇപ്പം ഇവഞ്ച്വലി ഉള്ളതെന്ന് വെച്ചാൽ P2 ആണ്. സോ P2 വിൽ ബി കൺസിഡേർഡ് ആസ് ദ കോർഡിനേറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ബുള്ളി അൽഗോരിതം. ഏറ്റവും ഹയസ്റ്റ് ഐഡൻറ്റിഫയർ ആരാന്ന് വെച്ചാൽ ആ പ്രോസസ്സ് ആയിരിക്കും, ആ പ്രോസസ്സ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും കോർഡിനേറ്റർ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ബുള്ളി അൽഗോരിതം. താങ്ക് യു.